ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ വരുന്ന ഒരു കാലമാണ് ഈ 2026 വർഷം. അതുകൊണ്ട് തന്നെ ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യും. പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാശിയുടെ 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ നിലകൊള്ളുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റേതായ ഒരു പ്രഭാവം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടേതായ ഒരു കണക്കെടുക്കുന്ന വേളയിൽ നിങ്ങൾ എന്ത് കാര്യവും വളരെയധികം വേഗതയിൽ ജാഗ്രതയോടുകൂടി ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പമുള്ളവരുടേതായ ചില ശത്രുതയൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ എപ്പോഴും തന്നെ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 30 വയസ്സൊക്കെ കഴിയുന്ന ഒരു വേളയിൽ ചിലപ്പോൾ കുടുംബത്തിൻ്റെതായ ചില ചുമതലകളൊക്കെ ഏൽക്കേണ്ടി വരുന്ന പൂരം നക്ഷത്രക്കാരും ധാരാളം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ചിങ്ങം രാശിയിൽപ്പെട്ടവരുടേതായ കണക്ക് എടുക്കുന്ന വേളയിൽ. അപ്പോൾ കുടുംബത്തിൻ്റെതായ ചുമതലകൾ പരിപൂർണമായും ഏറ്റെടുത്ത് അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളും വരും. ഇതിൽ ഇളയതും മൂത്തതും എന്നുള്ളതല്ല, മിക്കവാറും ഇളയ ആൾക്കാർക്കായിരിക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയും വന്നെത്തുക. സ്നേഹമാണെങ്കിൽ എല്ലാവരോടും അങ്ങേയറ്റം സ്നേഹം. എന്നാൽ ദേഷ്യം വന്നാലോ ഒരു സിംഹത്തിൻ്റെതായ ഒരു പവറും ഇവർക്ക് ഉണ്ടാവും. അതായത് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിക്ക് തന്നെയായിരിക്കും മുന്നിലേക്ക് പോവുക. എന്നാൽ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആയുസ്സാണ്ട് കാലം രീതിയിൽ പകയും വച്ച് സൂക്ഷിക്കും. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും. നല്ല സ്നേഹത്തിലൂടെ സഞ്ചരിച്ച് പോകുന്ന വേളയിൽ അതങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരിക്കും അവിടെയുള്ള പ്രവർത്തനം. സ്നേഹമൊക്കെ കാണും, പക്ഷേ ഒരു പറഞ്ഞാൽ കേൾക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്രഭാവമൊക്കെയും ഈ ചിങ്ങം രാശിക്കാർക്കുണ്ടാവും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്കുള്ളിലൊക്കെ ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരിച്ച് ചിന്തിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നിലേക്ക് പോകാനൊക്കെ കഴിയുന്ന രാശിക്കാർ തന്നെയാണ് ചിങ്ങം രാശിക്കാരൊക്കെയും. രാശിയുടെ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ വിവാഹ സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ട സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും. ജാഗ്രതാപൂർവ്വം തന്നെ ഇടപഴകുക. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആണെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ ഒരല്പം ജാഗ്രത പുലർത്തണം. നിങ്ങൾ ഇടപഴകുന്ന രീതിയൊക്കെ വളരെയധികം സ്മാർട്ടായിട്ടും ഒക്കെ തന്നെയായിരിക്കും. അതായത് നിങ്ങളുടേതായ തൊഴിലിന് അനുസൃതമായ രീതിക്കായിരിക്കും നിങ്ങളുടെ ഇടപഴകൽ. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു നെഗറ്റീവ് വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെയും ഉണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകളൊക്കെയും വളരെയധികം ജാഗ്രത പുലർത്തണം. മറ്റൊരു കാര്യത്തിൽ എന്തെന്ന് വെച്ചാൽ ഒപ്പമുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നൊരു ശീലമൊക്കെയും നിങ്ങൾക്കുണ്ടാവും. അതായത് നിങ്ങൾ ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവരും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ അവിടെ നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിക്കരുത്. കാരണം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ രീതിക്ക് മാത്രമായിരിക്കും നിങ്ങളോടുള്ള ഇടപഴകലൊക്കെ വന്നെത്തുക. നിങ്ങൾ പറയുന്നതായിരിക്കും അവിടെ കുറ്റമായി വരുന്നതും നിങ്ങൾക്കെതിരെ അവരൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. പിന്നെ അതിനെ ന്യായീകരിക്കാനും ഒക്കെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെയും വന്നെത്തുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ സമയമാണ് എന്നുകൂടി കരുതിക്കൊള്ളണം. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഇടപഴകാനൊക്കെ വരികയാണെങ്കിലും ജാഗ്രത പുലർത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെയധികം നല്ല മുന്നേറ്റങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. തൊഴിലിടങ്ങളിൽ ശമ്പള വർധനമൊക്കെ വന്നെത്തുന്ന സമയമാണ്. നിങ്ങളുടേതായ സമയത്തിനനുസരിച്ചുള്ള ആ ഒരു പ്രവർത്തന ഫലം ഇവിടെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. മറ്റൊരു കാര്യം, ഓൺലൈൻ സംബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. അല്ലെങ്കിൽ ചിലർ ഈ ചെയിൻ മണി ചെയിൻ പോലുള്ള ചില സംരംഭങ്ങളിലൊക്കെ കൊണ്ട് ചേർക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നമുക്ക് കുറച്ച് കാശൊക്കെ മുടക്കിയാൽ ഒരു അല്പം ലാഭം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അതിൽ ഇടപെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരം ഇടങ്ങളിലൊന്നും പോയി ചാടി കൊടുക്കരുത്, നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി മാറും. അതുപോലെ വരുമാനത്തിന് അനുസൃതമായ രീതിയിൽ മാത്രമാവണം നിങ്ങൾ കടബാധ്യതകളിലേക്ക് ചെന്ന് ചാടുവാൻ. നിലവിലെ ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീർത്തെടുക്കാനൊക്കെ കഴിയും. എന്നാൽ പുതിയ വലിയ ബാധ്യതകളിലേക്കൊന്നും ചെന്ന് ചാടരുതെന്നും കൂടി ഞാനിവിടെ പറയുന്നു. 7-ാം ഭാവാധിപതി 8-ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരല്പം മാറ്റി വയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും. അതായത് ഇപ്പോൾ വരുന്ന വിവാഹം അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ച വിവാഹമൊക്കെ ഒരുപക്ഷെ വിട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും പുതിയ വിവാഹമൊക്കെ ഉടനെ തന്നെ വന്നെത്തുന്ന സാഹചര്യങ്ങൾ. നിലവിൽ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ ഒരല്പം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കാലതാമസം വരുത്തി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം വാക്കുകളൊന്നും കൊടുക്കരുത്. അതായത് നമുക്ക് ഇന്ന സമയത്ത് നടത്താമെന്നുള്ള വാക്കൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരല്പം മാറ്റി വയ്ക്കുക. അതായത് ഒരു അടുത്ത മാസത്തേക്കൊക്കെ മാറ്റി വയ്ക്കുക ചർച്ചകളൊക്കെയും.
പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് മറ്റുള്ളവരുടേതായ ഒരു കണക്കൊക്കെ വെച്ചിട്ടായാലും പൊതുവായിട്ടുള്ള കണക്ക് വെച്ചിട്ട് നമുക്ക് പറയാം. എന്നാലും ഈ രാഹു എന്ന് പറയുന്ന ഒരു ഗ്രഹം ഈ ഒരു ഭാവത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ആണ് ഞാനീ ഉറപ്പിച്ച് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുത്ത് നമുക്ക് വളരെ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്. കാരണം ഈ സമയം കൊള്ളാം, മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോഴും സർപ്പം അതിൻ്റേതായ രീതിക്ക് മാറ്റത്തെ ചിന്തിക്കുകയും ചെയ്യും. ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്ന കാര്യത്തിലോ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ധൈര്യപൂർവ്വം തന്നെ ഇടപെട്ട് മുന്നിലേക്കൊക്കെ പോകാം. അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്കൊരു നല്ല ഫലമൊക്കെയും വന്നെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്, വസ്തു സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ധൈര്യപൂർവ്വം മുന്നിലേക്ക് പോകാം. പുതിയ ഒരിടത്തിൽ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന ഒരു കാലം തന്നെയാണ്. ജോലി ഇല്ലാത്തവർക്കൊക്കെ തന്നെ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഒരല്പം കഠിനമായ ജോലിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓവർ ടൈമൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരല്പം കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾക്കൊന്നും ചെന്ന് ചാടി കൊടുക്കരുത്. കാരണം നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ നേടി തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് എന്തായാലും നിരന്തരമായ ഒരു ജോലി തന്നെയായിരിക്കും ലഭിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിൽ പോലും നിങ്ങളെ മറ്റൊരാൾ റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിനെ നമുക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല, നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിരന്തരമായ ഒരു തൊഴിലായി തന്നെ ഇരിക്കുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പൊതുവായിട്ട് പറഞ്ഞാൽ വാക്ക് തർക്കങ്ങളൊന്നും പോകരുത്. കുടുംബത്തിനുള്ളിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലും തൊഴിൽ ഇടങ്ങളിലും ഒന്നും വാക്ക് തർക്കങ്ങൾക്കോ ഒന്നും പോകരുത്. പൊതുവായിട്ട് പറഞ്ഞാൽ ഈ രാശിക്കാരുടേതായ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങൾക്ക് പിഴവായിട്ട് വരുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിച്ചിട്ടുള്ളത്, മറ്റൊരാൾ പറഞ്ഞല്ല. നിങ്ങൾ പറയുന്ന വാക്കാണ് അവിടെ നിങ്ങൾക്ക് എല്ലാ കാലവും വിനയുണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. കേതു രാശിക്കുള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒരല്പം മനസ്സിന് സങ്കടങ്ങളൊക്കെ തരുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ വീട്ടിലായിരിക്കില്ല, സുഹൃത്തുക്കൾക്കിടയിലും തൊഴിലിടങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലൊരു സങ്കടങ്ങൾക്കിടയൊക്കെ ആകുന്നത്. അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിലാവാം. എന്തായാലും വീട്ടിനുള്ളിൽ അത്തരം പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതകൾ ഇല്ല. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം, വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി നല്ല രീതിക്കുള്ള ഒരു ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ നോക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരല്പം ബുദ്ധിമുട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റ് സംബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട്. അല്ലെങ്കിൽ മറ്റ് ഉദരം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ചികിത്സകളൊക്കെ നേടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവായിട്ട് നോക്കിയാൽ നിങ്ങൾ മൗനം ഒരല്പം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ രാഹു, കേതു 2 ഗ്രഹങ്ങൾക്കുള്ള ആ ഒരു അർച്ചന, വഴിപാടൊക്കെ, പ്രാർത്ഥനകളൊക്കെ, പൂജകളൊക്കെ നടത്തുന്നതും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അച്ഛൻ വഴിക്കുള്ള കുടുംബ പരദേവതകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ നിങ്ങൾ യോഗീശ്വരൻ അങ്ങനെയുള്ള, അതായത് ശിവൻ, രുദ്രൻ അങ്ങനെയുള്ള ഭഗവാനെ ഒക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊക്കെ മുന്നിലേക്ക് വരുന്നാലും നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പൊതുവിൽ ഈ മാസം വിവാഹം സംബന്ധിച്ച കാര്യത്തിൽ മാത്രമാണ് ഒരല്പം ജാഗ്രത പുലർത്തേണ്ടത്. തൊഴിലിടങ്ങളിലെ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക. പഠിച്ച ജോലിക്ക് ഏറ്റതിന് അനുസരിച്ചുള്ള ജോലിയൊക്കെ വന്നെത്തും. വരുന്നത് നിരന്തര ജോലി തന്നെയായിരിക്കും. നിങ്ങൾ സംഭാഷണത്തിൽ മാത്രം ഒന്ന് മിതത്വം പാലിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു മാസമാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മരാശിയിൽ നടക്കുന്ന ഗ്രഹങ്ങളുടേതായ അവസ്ഥയനുസരിച്ച് ലഗ്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ദശാകാലം നടക്കുന്നു, അപഹാരം നടക്കുന്നു, അതിനനുസൃതമായിട്ടുള്ള ഫലവും നിങ്ങൾക്ക് വന്നെത്തും. ഇപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു രാശി ഫലമാണ്. രാശികൾ ഇപ്പോൾ ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്നുവോ അതിനനുസൃതമായിട്ടാണ് ഉള്ള പ്രവചനങ്ങളൊക്കെയും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഫലം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നടക്കില്ല. ഒരു 100 പേര് ഉണ്ടെങ്കിൽ ഒരു 10 പേർക്ക് ഇത് ഫലമായിട്ട് വരാം എന്ന് മാത്രമേ കണക്കിലെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രാശികൾ കുറിച്ചൊക്കെ പറയുന്ന വേളയിൽ അതെല്ലാവർക്കും ഒരിക്കലും തന്നെ ഫലമാകില്ല എന്നും കൂടി മനസ്സിലാക്കണം. നിലവിലുള്ള രാശി ഫലമാണ്. ജന്മജാതകത്തിലുള്ള രാശികൾക്ക് അനുസൃതമായിട്ട് മാറ്റങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു മാസം ആശംസിക്കുന്നു.